കൈലാസനാഥ തൃക്കണ്ണീശ്വര കൊട്ടിയൂർ വാഴും ജഗദീശ്വര പൊന്നിൻ ശിവേലിയും തൊഴുതു ഞാനവിടുത്തെ അക്ഷരദർശനം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ചരിത്രവും വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളും ഒരുപോലെ സമന്വയിപ്പിച്ച് ആചരിക്കുന്ന ദക്ഷിണ കാശി എന്ന പേരിൽ പ്രചാരം സിദ്ധിച്ച കൊട്ടിയൂർ വൈശാഖോത്സവ യാഗഭൂമിയിലേക്കാണ് ഈ യാത്ര. ഏത് ഉത്സവമായാലും ആഘോഷമായാലും അതിനു പിന്നിലെ ചരിത്രവും ആചാരവും അതുമായി പ്രചരിക്കുന്ന കഥകളും അറിയാതെയാണ് ഭക്തിയുടെ നിറവിൽ മിക്കവരും ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പങ്കുചേരുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിയിക്കുവാനുള്ള എളിയ ഒരു ശ്രമവുമായാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവം ഇങ്ങെത്താറായി. ഇനിയുള്ള നാളുകളിൽ കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഈ ചാനലിൽ കാണാം. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു പക്ഷേ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശ്വാസികൾ ഓടിയെത്തുന്നതും കേരളത്തിൽ ഏറെ പ്രചാരം സിദ്ധിച്ച കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വേദിയിൽ എത്താനാണെന്നതാണ് സത്യം. 2026 കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിന് തിരി തെളിയുന്നത് മെയ് 1, 2 തീയതികളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട 2 ചടങ്ങുകളോടെയാണ്. ചില നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാതലായ ചലനങ്ങളും ചില മാറ്റങ്ങളും ഉണ്ടാക്കും. അവിചാരിതമായി അടുത്ത കാലത്ത് പരിചയപ്പെട്ട സുഹൃത്തും സൈനികനായി വിരമിച്ച ഒരു വ്യക്തിയുമാണ് ശശിധരൻ. ഇദ്ദേഹത്തിന്റെ ജന്മനാട് മണത്തണയിലും കൊട്ടിയൂർ ഉത്സവ സ്ഥാനിക കുടുംബത്തിൽ പെട്ടയാളുമായതിനാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും ഏറെ എളുപ്പമായി. നല്ല അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുതെന്ന വിശ്വാസത്തോടെ ശശിയും കുടുംബവുമൊത്ത് ഞാനും ഭാര്യയും കൊട്ടിയൂരിലേക്ക് നടത്തുന്ന ആദ്യ യാത്രയാണിത്. മൈനാകം ഫാമിലി ബ്ലോഗ്സ് എന്ന പേരിൽ മികച്ച നിലയിൽ നടത്തിവരുന്ന ഒരു യൂട്യൂബർ കൂടിയാണ് ശശി. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രാരംഭിക ചടങ്ങായ ദൈവത്തെ കാണൽ എന്ന ചടങ്ങാണ് മണത്തണയുള്ള വാകയാട്ട് വയലിനരികിലുള്ള പൊടിക്കളത്തിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. രാവിലെ 9 മണിക്കാണ് ചടങ്ങ്. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ സ്ഥാനികനായ ഒറ്റപ്പിലാൻ പണിക്കരാണ് ഈ ഒരു കർമ്മം നിർവഹിക്കുന്നത്. കുറിച്ച സ്ഥാനികനാണ് ഒറ്റപ്പിലാൻ. ആദ്യം നടക്കുന്ന ആചാരവും അതിൻ്റെ പ്രധാന ചടങ്ങുമാണ് ദൈവത്തെ കാണൽ എന്ന അതിപ്രാധാന്യമേറിയ ചടങ്ങ്. അത് നടക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്തിലല്ലെന്നതാണ് ഏറെ പ്രത്യേകത. മണത്തണ എന്ന ഗ്രാമത്തിലാണ് അത് നടക്കുന്നത്. ഇത് കൊട്ടിയൂർ അമ്പലത്തിൽ നിന്നും ഉദ്ദേശം 15ഓളം കിലോമീറ്റർ അകലെയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. മെയ് 1 രാവിലെ 9 മണിക്കായിരുന്നു ദൈവത്തെ കാണൽ എന്ന പ്രഥമ ചടങ്ങ് ആരംഭിക്കുക. എന്താണ് ദൈവത്തെ കാണൽ ചടങ്ങ്? ചുരുക്കി വിവരിക്കാം. മണത്തണ വാകയാട് പൊടിക്കളത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള വൈശാഖ മഹോത്സവത്തിന്റെ ചടങ്ങുകൾക്ക് ഭംഗം നേരിടാതെ പൂർത്തിയാക്കാൻ ദൈവങ്ങളുടെ അനുവാദവും അനുഗ്രഹവും തേടുന്ന ചടങ്ങാണ് ദൈവത്തെ കാണൽ. പ്രാചീന കാലത്ത് കൊട്ടിയൂർ എന്ന ഗ്രാമം മനുഷ്യവാസം കുറഞ്ഞ വനനിബിഡമായ പ്രദേശമായിരുന്നു. ആയതിനാൽ അന്നും ഇന്നും ഇവിടെ നടക്കുന്ന ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും വനദേവതമാരുടെ അനുവാദം ചോദിക്കുക എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മഹനീയമായ ആചാരവും കൂടിയാണ്. മണത്തണ വാകയാട് പൊടിക്കളത്തിൽ ഹിന്ദു മതത്തിലെ വിവിധ ജാതിയിൽപ്പെട്ട 64 സ്ഥാനികർ ചേർന്നാണ് വൈശാഖോത്സവം നടത്തിവരുന്നത്. ജാതിയും മതവും നോക്കാതെ മതേതരത്വമായി നടത്തുന്ന മഹനീയതയും ഈ ഉത്സവത്തിന്റെ പ്രത്യേകതയാണ്. ഗോത്രവർഗത്തിലെ കുറിച്യ വിഭാഗത്തിൽ ഒറ്റപ്പിലാൻ സ്ഥാനികനും കാടൻ സ്ഥാനികനും ചേർന്നാണ് ഈ ചടങ്ങുകൾ നടത്തുന്നതെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. മണത്തണ വാകയാട് പൊടിക്കളത്തിൽ ഒറ്റപ്പിലാൻ വിളക്കു കൊളുത്തുന്നതോടെയാണ് ദൈവത്തെ കാണൽ ചടങ്ങ് ആരംഭിക്കുന്നത്. 9 സങ്കല്പത്തിൽ കള്ള്, അവൽ, തേങ്ങാപ്പൂൾ എന്നിവ വിവേദിച്ചു കുറിച്യ സമുദായത്തിൽപ്പെട്ട ഒറ്റപ്പിലാൻ കാടൻ സ്ഥാനികളുടെ നേതൃത്വത്തിലുള്ള മൂപ്പൻ കാരണവരായ മനങ്ങാടൻ കേളപ്പൻ ദൈവങ്ങളോട് വിളിച്ചു ചൊല്ലി. അതുകൊണ്ട് തന്നെ പാരമ്പര്യ ഊരാളന്മാരെ സാക്ഷിയാക്കി കുറിച്യ സ്ഥാനികന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൂജാവേളയിൽ ദൈവങ്ങളോട് സംസാരിക്കുന്നതും  ഒരുക്കങ്ങൾക്ക് അനുവാദം വാങ്ങുന്നതുമായ ചടങ്ങാണ് ദൈവത്തെ കാണൽ.
കാരണവരായ മനങ്ങാടൻ കേളപ്പൻ ദൈവങ്ങളോട് വിളിച്ചു ചൊല്ലി. വെള്ളി വീഴുമ്പോൾ അറിയുമ്പോഴാണ് അച്ഛനാണ് ആലോചിച്ചിട്ടുണ്ടാകും ഇരുപത്തെട്ടിനാകും കഴിച്ചിട്ടുണ്ട് കഴിച്ചെന്ന് വെള്ളി വീഴുമ്പോൾ ഇടിച്ചറും കുറച്ചും വെച്ചാൽ അങ്ങനെ കാര്യം ചെയ്യുക. തുടർന്ന് നടന്ന പൂജകൾക്ക് ശേഷം സ്ഥാനികൾക്ക് നിവേദ്യം പ്രസാദമായി നൽകി. പൂജാ നിവേദ്യം എല്ലാവരും കൈമാറിയതോടെ അടിസ്ഥാന ചടങ്ങുകൾക്ക് വിരാമമായി. ചടങ്ങിൽ കാടൻ ബാരപ്പൻ, ബാബു, രമേശൻ, രവി എന്നിവർ അണിചേർന്നു. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ, പാരമ്പര്യ ട്രസ്റ്റി ആക്കൽ ദാമോദരൻ നായർ, പാരമ്പര്യേതര ട്രസ്റ്റി എൻ പ്രശാന്ത് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അന്നേ ദിവസം കൊളങ്ങരത്ത് ഭഗവതി ക്ഷേത്രത്തിൽ രാത്രി കർമ്മവും നടന്നു. ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ, ഒറ്റപ്പിലാൻ കാരണവർ മനങ്ങാടൻ കേളപ്പന് ദക്ഷിണയും നൽകി. ചെയർമാൻ തെട്ടയിൽ നാരായണൻ നായർ സംസാരിക്കുന്നു. നമ്മുടെ ഉത്സവത്തിൻ്റെ ആദ്യത്തെ പടിയായ ദൈവത്തിനെ കാണൽ ചടങ്ങാണ്. മണത്തന വാഗയാട്ട് കുടിക്കളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇവിടെ കുറിച്യ സമുദായത്തിൻ്റെ ഇതിലാണ് കർമ്മം നടക്കുന്നത്. ഇത് വനദേവതമാരെ പ്രസാദിപ്പിക്കുക, വനദേവതമാരെ അനുമതി മേടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രസക്തമായി. നമ്മുടെ അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു വനത്തിൻ്റെ അകത്തുള്ള അമ്പലം. അതുകൊണ്ട് എല്ലാ വനദേവതകളുടെയും അനുമതി മേടിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സങ്കല്പ സ്ഥാനങ്ങളും സങ്കല്പ ദേവതകളുമുണ്ട്. അവരെല്ലാം അനുമതി മേടിക്കുന്ന ഒരു കർമ്മമാണ് ഇന്ന് നടത്തുന്നത്. ആ കർമ്മം അനുമതി മേടിച്ചതിന് ശേഷം നാളെ ആണ് പ്രക്കൂഴം, പറക്കൂഴം എന്ന് പറയുന്ന പ്രക്കൂഴം എന്നുള്ള കർമ്മം നാളെ ആരംഭിക്കും. അതും വനത്തിനകത്താണ്. അപ്പോൾ ഈ ദേവതമാരുടെ എല്ലാവരുടെയും അനുഗ്രഹവും അനുഗ്രഹാശ്വതവും വാങ്ങിയതിനു ശേഷമാണ് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാം. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ സംസാരിച്ചു. 2026 അതിൻ്റെ ആദ്യത്തെ ചടങ്ങായ വാഗയാട്ട് കുടിക്കളത്തിൽ ദൈവത്തെ കാണൽ ചടങ്ങ് ഇന്ന് നടന്നിരിക്കുകയാണ്. നാളെയാണ് പ്രക്കൂഴം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ദിനം കുറിക്കുന്ന ഒരു ചടങ്ങാണ് പ്രക്കൂഴം. നാളെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ അവിടെയാണ് പ്രക്കൂഴം ചടങ്ങുകൾ നടക്കുക. ആയില്യർക്കാവിൽ നിഗൂഢ പൂജകൾ ഉണ്ടാവും. ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. കൊട്ടിയൂർ ദേവസ്വം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കാനുണ്ട്. അതുപോലെ തന്നെ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മന്തഞ്ചേരിയിൽ 3 കോടി രൂപ ചെലവിൽ നല്ലൊരു പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബാത്റൂം സൗകര്യങ്ങൾ നിലവിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തന്മാർക്ക് ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് സുഗമമായി തൊഴുത് ദർശനം നൽകുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൊട്ടിയൂർ ദേവസ്വം ചെയ്തു വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ദേവസ്വം നടത്തിയിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത് മെയ് 1-ാം തീയതി വെള്ളിയാഴ്ച മുതലാണ്. ഇനി അങ്ങോട്ട് ഓരോ തീയതികളിലും വിവിധ തരം ചടങ്ങുകളും ആചാരവും നടന്നുവരുന്നു. അത്രയധികം പ്രാധാന്യം നിറഞ്ഞതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം.